നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയത്. നിയമക്കുരുക്കിലായിരിക്കുകയാണ് രാഹുൽ. ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി പോലീസ്. ഒപ്പം രാഹുലിന്റെ ക്രൂരത വിവരിച്ച് യുവതിയുടെ മൊഴി കൂടി പുറത്തുവരുന്നു. ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ലൈംഗിക പീഡനക്കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം. ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. ബലാത്സംഗം, നിർബന്ധിത ഭ്രൂണഹത്യ, ദേഹോപദ്രവം തുടങ്ങിയ ഗുരുതര കുറ്റങ്ങൾ ചുമത്തി. ഗർഭിണിയാണെന്നറിഞ്ഞിട്ടും രാഹുൽ പീഡിപ്പിച്ചെന്ന യുവതിയുടെ മൊഴി. കോൺഗ്രസ് നേതൃത്വത്തിന് രേഖാമൂലം യുവതി പരാതി നൽകി. രാഹുലിനെതിരെ കേസെടുത്തത് സ്വർണ്ണക്കൊള്ളയിലെ ചർച്ച വഴിമാറ്റാനുള്ള തന്ത്രമെന്ന് അടൂർ പ്രകാശ്. പത്മകുമാറും വാസുവും ജയിലിൽ കിടന്നിട്ട് CPM എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് രമേശ് ചെന്നിത്തല. ഗുരുതരമായ സംഘടിത കുറ്റകൃത്യമാണ് നടന്നതെന്നും പുറത്തുവന്നത് മഞ്ഞുമലയുടെ അറ്റം മാത്രമെന്നും കെ സുരേന്ദ്രൻ. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനത്തിൽ തീരുമാനം വൈകുന്നതിൽ അതൃപ്തി അറിയിച്ച് സുപ്രീം കോടതി. എത്രയും വേഗം തീരുമാനമെടുക്കണമെന്ന നിർദ്ദേശം. രേഖകൾ കിട്ടിയിട്ടില്ലെന്ന് ഗവർണർ. ജസ്റ്റിസ് ദുലിയ നൽകിയത് വെറും കടലാസ് കഷ്ണമല്ലെന്ന് സുപ്രീം കോടതി. ഒതായി മനാഫ് കൊലക്കേസിൽ ഒന്നാം പ്രതിയും PV അൻവറിന്റെ സഹോദരി പുത്രനുമായ മാലങ്ങാടൻ ഷഫീഖ് കുറ്റക്കാരനെന്ന് മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. കൊലക്കുറ്റം തെളിഞ്ഞുവെന്നും കോടതി 3 പേരെ വെറുതെ വിട്ടു. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ സർക്കാരിന് തിരിച്ചടി. കോടതിയലക്ഷ്യം പരിശോധിച്ച് മറുപടി പറയാമെന്ന അതൃപ്തിയോടെ ഹൈക്കോടതി. സംസ്ഥാന സർക്കാർ അഴിമതിക്ക് കുടപിടിക്കുകയാണോ എന്ന് കോടതി. മൂന്നാം ലോക രാഷ്ട്രങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം സ്ഥിരമായി നിർത്തിവെക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കുടിയേറ്റം അമേരിക്കയുടെ പുരോഗതിക്ക് തുരങ്കം വെച്ചതായും ട്രംപ്. അഫ്ഗാൻ ഉൾപ്പെടെ 19 രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ ഗ്രീൻ കാർഡുകൾ പുനഃപരിശോധിക്കും. വൈറ്റ് ഹൌസിന് സമീപത്തെ വെടിവെപ്പിൽ ഗുരുതരമായി പരിക്കേറ്റ നാഷണൽ ഗാർഡ് ഉദ്യോഗസ്ഥ മരിച്ചു. ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തു. തിരുവനന്തപുരം വലിയമല പോലീസ് സ്റ്റേഷനിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി, ബലാത്സംഗം തുടങ്ങി കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. യുവതിയുടെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലും സുഹൃത്തും പ്രതിപട്ടികയിലുണ്ട്. രാഹുലിനെ കണ്ടെത്താനായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. ഒപ്പം രാഹുൽ ഗാന്ധി, സണ്ണി ജോസഫ്, VD സതീശൻ എന്നിവർക്ക് യുവതി രേഖാമൂലം പരാതി നൽകി. പോലീസിന് യുവതി നൽകിയ മൊഴിയുടെ വിശദാംശങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നുണ്ട്. അൺഫിലിറ്റ്, ഗുരുതരമായ കുറ്റങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇത്രയും നാളും പരാതിയില്ലല്ലോ എന്നായിരുന്നു രാഹുലിന്റെ ചോദ്യം. പക്ഷേ യുവതി നേരിട്ട് പരാതി നൽകിയിരിക്കുന്നു, കേസെടുത്തിരിക്കുന്നു. ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. രാഹുൽ എവിടെ എന്നുള്ള ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതിനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. എന്താണ് ഈ അന്വേഷണത്തിന്റെ ഒരു പുരോഗതി? പരാതി നൽകി അതിജീവിത എന്നതിനപ്പുറത്തേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLA-യുടെ അല്ലെ മുൻ MLA-യുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLA-യുടെ ജനപ്രതിനിധിയുടെ ക്രൂരകൃത്യങ്ങൾ വിവരിക്കുകയാണ് ഈ അതിജീവിത. വിവരിച്ച് തന്നെയാണ് അതിജീവിത അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയിരിക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച് പല തവണ ഭീഷണിപ്പെടുത്തിയാണ് തന്നെ പീഡിപ്പിച്ചത്. തിരുവനന്തപുരത്തും പാലക്കാടും ഉൾപ്പെടെ 3 ഇടങ്ങളിൽ കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി തന്നെ പീഡിപ്പിച്ചു. നഗ്ന ചിത്രങ്ങൾ പകർത്തി അത് കാട്ടിയും തന്നെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു എന്നാണ് അതായത് വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ, വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ അതിജീവിത നൽകിയിരിക്കുന്നത്. മാത്രവുമല്ല, തന്നെ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തിപ്പിച്ചു എന്ന് പറയുന്നു. ഗർഭചിത്രം നടത്തുകയാണെങ്കിൽ തൻ്റെ ജീവന് അപകടകരമാണ് എന്ന് കരഞ്ഞു അപേക്ഷിച്ചിട്ട് പോലും അതിന് അദ്ദേഹം തയ്യാറായില്ല. നിർബന്ധിച്ച് ഒരു സുഹൃത്ത് വഴി, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് ഏറ്റവും അടുത്ത അടൂരുള്ള സുഹൃത്തായ ജോബി ജോസഫ് വഴിയാണ് അതിനുള്ള മരുന്ന്, ആ ഗുളിക അതിജീവിതയുടെ കൈവശം എത്തിക്കുന്നു. അതിനുശേഷം അത് അതിജീവിത ഈ പെൺകുട്ടി അത് കഴിച്ചുവെന്ന് ഉറപ്പുവരുത്താനായി വീഡിയോ കോൾ ചെയ്യുന്നു. വീഡിയോ കോളിലൂടെ ഭീഷണിപ്പെടുത്തി ആ യുവതിയെ കൊണ്ട് ആ ഗുളിക കഴിപ്പിക്കുന്നു. ഈ രീതിയിലുള്ള അതീവ ക്രൂരകൃത്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നോട് കാട്ടിയതെന്ന് അത് വിവരിച്ച് എണ്ണി പറഞ്ഞു. അതായത് അക്കമിട്ട് നിരത്തിയാണ് ഈ പെൺകുട്ടി ഓരോന്നും ഈ മൊഴി നൽകിയിരിക്കുന്നത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ. അതായത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. സാധാരണ ഒരു ജനപ്രതിനിധിയാണ്, സമൂഹത്തിന് ഉന്നത സ്ഥാനം വഹിക്കുന്ന ഒരു പ്രമുഖനാണ്, യുവ നേതാവാണ്. ആ യുവ നേതാവിൽ നിന്ന് ഈ രീതിയിലുള്ള ഏറ്റവും അധികം ഫോളോവേഴ്സുള്ള
ഏറ്റവും അധികം ആരാധകരുള്ള ഒരു യുവ നേതാവെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനാണ്. ആ നിലയിലുള്ള ഒരു വ്യക്തിയിൽ നിന്നാണ് ഈ രീതിയിലുള്ള ക്രൂരകൃത്യങ്ങൾ ഈ പെൺകുട്ടി നേരിടേണ്ടി വന്നു. അതായത് നഗ്ന ചിത്രങ്ങൾ കാട്ടി, അത് പകർത്തി, അത് കാട്ടി ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു. ഈ രീതിയിലുള്ള മൊഴിയാണ് ആ പെൺകുട്ടി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരമാണ്, അതായത് ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിച്ചു, ഭീഷണിപ്പെടുത്തി, നഗ്ന ചിത്രങ്ങൾ പകർത്തി, അതടക്കമുള്ള നിരവധി വകുപ്പുകൾ ചുമത്തിയാണ് ജാമ്യം പോലും കിട്ടാത്ത രീതിയിലാണ് ഈ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വലിയമല പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് മനസ്സിലാക്കി, ഇതിന്റെ അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് രാഹുലിന്റെ അഭിഭാഷകർ അതിവേഗത്തിൽ തന്നെ മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കങ്ങൾ നടത്തുകയാണ്. പക്ഷേ രാഹുൽ ഇപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിൽ ഒളിവിൽ തന്നെയാണ്. രാഹുലും രാഹുലിന്റെ സുഹൃത്ത് എന്ന് പറയുന്ന ഈ ഗുളിക ഈ പെൺകുട്ടിക്ക് നൽകി എന്ന് പറയുന്ന ആ സുഹൃത്ത് ജോബി ജോസഫ് ഇപ്പോൾ കേസിൽ 2ാം പ്രതിയാണ്. രാഹുലിന് വേണ്ടി വളരെ ശക്തമായ അന്വേഷണം ഊർജിതപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കുന്നത് രാഹുൽ കേരളം വിട്ടു എന്ന രീതിയിൽ തന്നെയാണ് അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചിരിക്കുന്നത്. കേരളത്തിന് പുറത്തേക്കും വലിയ രീതിയിൽ തന്നെ ശക്തമായ അന്വേഷണം, തമിഴ്നാട്ടിലെ അതിർത്തി പ്രദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതയാണ് അന്വേഷണ സംഘം മുന്നിൽ കാണുന്നത്. അതേസമയം വിദേശത്ത് രാഹുലിന് നിരവധി സുഹൃത്തുക്കളുണ്ട്. ഒരുപക്ഷെ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതയും അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല. ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് അതായത് വിമാനത്താവളങ്ങളിലൊക്കെ തന്നെയും ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരിക്കുകയാണ് രാഹുലിനെതിരെ. രാഹുൽ നാളെയും മറ്റന്നാളും കോടതി അവധിയാണ്. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം കിട്ടാനുള്ള എല്ലാ നീക്കവും അഭിഭാഷകർ നടത്തുന്നു. അതേസമയം എത്രയും വേഗം രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവുമായി അന്വേഷണ സംഘവും ഒരു ഭാഗത്തുണ്ട്. മായ, തീർച്ചയായും രാഹുലിന്റെ പിറകെ തന്നെയുണ്ട് അന്വേഷണ സംഘം. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. അൺഫിലിറ്റാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. യുവതി ലൈംഗിക പീഡന പരാതി നൽകിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കേരളം വിട്ടെന്ന് സൂചന. രാഹുലിന്റെ 3 നമ്പറും 2 സഹായികളുടെ നമ്പറും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. രാഹുലിന്റെ അടൂരിലെ വീടിന് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ രാഹുലിന്റെ അമ്മയും സഹോദരിയും മാത്രമാണ് വീട്ടിലുള്ളത്. പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യത്തിലാണ് പോലീസ് ഇന്നലെ രാത്രി മുതൽ വീടിന് കാവൽ ഏർപ്പെടുത്തിയത്. സ്വർണ്ണക്കൊള്ളയിലെ ചർച്ച വഴിമാറ്റാനുള്ള തന്ത്രമാണ് രാഹുലിനെതിരായ കേസെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. തെരഞ്ഞെടുപ്പ് സമയത്ത് കേസ് ഉണ്ടാകുന്നത് CPM രീതിയെന്നും UDF കൺവീനർ പറഞ്ഞു. രാഹുലിനെതിരായ കേസിൽ അന്വേഷണം നടക്കട്ടെയെന്നും വസ്തുത പുറത്തുവരട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു. ബന്ധപ്പെട്ടുകൊണ്ട് അയ്യപ്പന്റെ സന്നിധിയിൽ നിന്നും മോഷണം നടത്തിയിട്ട് ആ മോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നിരവധി നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ്. ജയിലിൽ കിടക്കുന്ന അവസരത്തിൽ ഇതൊക്കെ ഒന്ന് വഴി മാറ്റി വിടുന്നതിന് വേണ്ടി ഒരു പുതിയ തന്ത്രം മെനഞ്ഞിരിക്കുകയാണ്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തെ തള്ളാതെ രമേശ് ചെന്നിത്തല വിഷയത്തിൽ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു, ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പത്മകുമാറും വാസുവും ജയിലിൽ കിടന്നിട്ട് CPM എന്ത് നടപടി സ്വീകരിച്ചു എന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും അത് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 2 CPM നേതാക്കന്മാർ ജയിലിൽ കിടന്നിട്ട് ഇതുവരെ അവരുടെ പേരിൽ ഒരു അച്ചടക്ക നടപടി എടുക്കാൻ CPM-നാണ് ഇരട്ടത്താപ്പ്, ഞങ്ങൾക്ക് ഒരു ഇരട്ടത്താപ്പുമില്ല. ഒരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ സ്വീകരിക്കേണ്ട എല്ലാ കാര്യവും സ്വീകരിച്ചിട്ടുണ്ട്. ഇതേ സംബന്ധിച്ച് ആദ്യം മുതൽ ഞാനൊരു നിലപാടെടുത്ത ആളാണ്. അത് ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. രാഹുലിന്റെ കാര്യത്തിൽ പറയാനുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നും രാഹുലിനെ പാർട്ടി സസ്പെൻഡ് ചെയ്തതാണെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. എതിരെ ആക്ഷേപം ഉയർന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും നിയമസഭാ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് KC വേണുഗോപാലും പ്രതികരിച്ചു. ആരോപണം ഉയർന്ന സമയത്ത് തന്നെ പാർട്ടി എടുക്കാവുന്നതിന്റെ പരമാവധി എടുത്തു. പ്രാദേശിക നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ രാഹുൽ പങ്കെടുത്തതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിയമപരമായിട്ട് മുന്നോട്ട് പോകണം. നിയമപരമായി മുന്നോട്ട് പോകുന്നത് പൂർണ്ണമായിട്ടും നമ്മളെല്ലാം സ്വാഗതം ചെയ്യുകയാണ്. നിയമപരമായിട്ടുള്ള നടപടി രാജ്യത്ത് നിയമം നടപ്പിലുണ്ടല്ലോ. ആ നിയമം അനുസരിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് പരാതി വന്നാൽ എടുക്കുന്ന നിയമത്തിൻ്റെ വഴിയിൽ തന്നെ പോട്ടെ. ഈ പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കേസിൽ പുറത്തുവരുന്ന വിവരങ്ങൾ കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണെന്ന് BJP നേതാവ് K സുരേന്ദ്രൻ. അതീവ ഗുരുതരമായി സംഘടിത കുറ്റകൃത്യമാണ് നടന്നത്. ഒരു ഇരയുടെ മാത്രം പ്രശ്നമല്ല ഇത്. 15 പെൺകുട്ടികളും കളമശ്ശേരിയിൽ വെച്ച് ഒരു ആൺകുട്ടിയും ചികിത്സ തേടിയതായും പോലീസിന്റെ പക്കൽ വിവരങ്ങളുണ്ട്. ഇന്നലെ തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിയുമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്നത് കോൺഗ്രസിനുള്ളിലെ ഗുണ്ടാ സംഘമെന്നും K സുരേന്ദ്രൻ വിമർശിച്ചു. അതീവ ഗുരുതരമായ
ഒരു സംഘടിത കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത്. ഇത് കേവലം ഒരു ഇരയുടെ മാത്രം പ്രശ്നമല്ല. അതുകൊണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വൈകുന്നത് ഈ കേസിലെ മറ്റ് ഇരകൾ അവരുടെ പക്കലുള്ള വിവിധങ്ങളായിട്ടുള്ള തെളിവുകൾ നശിപ്പിക്കാൻ പ്രതിക്കും അദ്ദേഹത്തിന്റെ കൂട്ടാളികൾക്കും അതുവഴി സാധിക്കും. താൻ ഇരയ്ക്കൊപ്പമെന്നും പരാതി നൽകാൻ വൈകി എന്നതിലാണ് ദേഷ്യമുള്ളതെന്നും ശ്രീലേഖ IPS. ഇരയ്ക്കൊപ്പമല്ലെന്ന തെറ്റായ വ്യാഖ്യാനം വന്നപ്പോൾ തന്നെ ഫേസ്ബുക്കിലെ പോസ്റ്റ് തിരുത്തി. മുഖ്യമന്ത്രിക്ക് പരാതി നൽകേണ്ട കാര്യമില്ല, സ്വമേധയാ പോലീസിന് കേസെടുക്കാമായിരുന്നുവെന്നും ശ്രീലേഖ പറഞ്ഞു. ഞാൻ അപമാനിച്ചിട്ടില്ല. ഞാൻ ഇതിനകത്ത് ഒരു പെട്ടെന്ന് പ്രചാരണത്തിന് പോകുന്ന തിരക്കിൽ ഏറ്റവും ചുരുങ്ങിയ വരികളിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി ഇട്ടതാണ്. സാധാരണ ജനങ്ങൾക്ക് തോന്നാവുന്ന സംശയം എനിക്കും തോന്നിയത് കൊണ്ട് ഇട്ടതാണ്. അതിനുശേഷം ഇതിങ്ങനെ ഒരു ആയതുകൊണ്ട് ഞാൻ ഈ പെൺകുട്ടിക്ക് ഫേവറബിളായിട്ട് ആദ്യം തൊട്ട് പറഞ്ഞിരുന്നതാണ്. ഇരയ്ക്കൊപ്പം അതിജീവിതയ്ക്ക് ജസ്റ്റിസ് കിട്ടണം, പോലീസ് പെട്ടെന്ന് കേസ് എടുക്കണം, ഇത്രയും ഡിലേ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ് ഈ പോസ്റ്റ് ചുരുക്കി എഴുതിയത്. ഇപ്പോൾ രാഹുലിനെതിരായ പരാതിയിൽ കഴമ്പുള്ളതുകൊണ്ടാണല്ലോ നടപടിയെടുത്തത് എന്ന് CPI നേതാവ് ആനി രാജ. പ്രതികരിക്കേണ്ടത് കോൺഗ്രസാണ്. രാഹുലിനെ തിരിച്ചു കൊണ്ടുവരാൻ നേതാക്കൾക്കിടയിൽ മത്സരമാണ്. കണ്ണിൽ പൊടിയിടാനാണ് നടപടി. കേസെടുത്ത പശ്ചാത്തലത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നും ആനി രാജ ആവശ്യപ്പെട്ടു. ഇപ്പോൾ പ്രതികരിക്കേണ്ടത് സത്യത്തിൽ ഞങ്ങളല്ല, പ്രതികരിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസ് പാർട്ടി ഈ പരാതി കുറച്ച് നാളുകൾക്ക് മുന്നേ വന്നപ്പോൾ തന്നെ അതിൽ ചില ശരികളുണ്ട് എന്ന് കണ്ടുകൊണ്ടായിരിക്കണമല്ലോ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും താൽക്കാലികമായെങ്കിലും മാറ്റി നിർത്തിയത്. എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ മത്സരമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ. പഴയ പ്രസിഡന്റായാലും പുതിയ പ്രസിഡന്റായാലും ഒക്കെ തന്നെ രാഹുൽ മാക്കൂട്ടത്തിലിനെ സജീവമാക്കാനും അദ്ദേഹത്തെ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഇറക്കാനും നേതൃനിരയിലേക്ക് കൊണ്ടുവരാനൊക്കെ അവർ തന്നെ ഭയങ്കര മത്സരമാണ്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണ്, അതിൻ്റെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകളാണ് വിശദീകരിക്കേണ്ടത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമന തീരുമാനം വൈകുന്നതിൽ അതൃപ്തി രേഖപ്പെടുത്തി സുപ്രീം കോടതി. എത്രയും വേഗം തീരുമാനമെടുക്കണമെന്ന നിർദ്ദേശം രേഖകൾ കിട്ടിയിട്ടില്ലെന്ന് ഗവർണർ അറിയിച്ചു. ജസ്റ്റിസ് ധൂലിയ നൽകിയത് വെറും കടലാസ് കഷ്ണമല്ലെന്ന് സുപ്രീം കോടതി വിമർശിച്ചു. ജസ്റ്റിസ് ധൂലിയ നൽകിയ റിപ്പോർട്ടിൽ തീരുമാനം വൈകുന്നതിലാണ് കോടതി അതൃപ്തി പ്രകടിപ്പിച്ചത്. KK പ്രശാന്ത് ഉണ്ട് വിവരങ്ങളുമായി. പ്രശാന്ത്, നിർണായകമായൊരു ഇടപെടലാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. സംസ്ഥാനവും ഒപ്പം ഗവർണറും എന്തൊക്കെ കാര്യങ്ങളാണ് സുപ്രീം കോടതിയെ അറിയിച്ചത്? സുപ്രീം കോടതി എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ നിർദ്ദേശങ്ങൾ നൽകിയത്? മായ, ജസ്റ്റിസ് JB പർദിവാല അടങ്ങുന്ന ബെഞ്ചിന് മുൻപാകെ ഈ വിഷയം കേരളം സൂചിപ്പിക്കുക മാത്രമാണ് ഉണ്ടായത്. അതായത് നേരത്തെ ഈ ബെഞ്ച് നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുധാംശു ധൂലിയെ ഈ സെർച്ച് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി നിയമിച്ചത്. 2 പ്രതിനിധികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും 2 പ്രതിനിധികൾ ഗവർണർ നോമിനിയുമായും ഈ സെർച്ച് കമ്മിറ്റിയിൽ ഉണ്ടാകും. ആ കമ്മിറ്റി 2 മാസത്തിനുള്ളിൽ തീരുമാനമെടുത്ത് ഈ സർവകലാശാലയിലെ സ്ഥിരം VC-മാരുടെ നിയമനം ഉറപ്പാക്കണമെന്നുള്ളതായിരുന്നു പ്രധാനമായി നിർദ്ദേശം നൽകിയത്. ഇത് നടക്കുന്നില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഈ ബെഞ്ചിന് മുൻപാകെ വ്യക്തമാക്കിയത്. അക്കാര്യത്തിൽ ഒരു നടപടിയും ഗവർണർ രാജ്ഭവന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ അടിയന്തരമായി കോടതി ഇടപെടണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചു. ആ സമയത്താണ് കോടതി എന്താണ് ഇതിൽ തടസ്സമെന്ന് ചോദിക്കുന്നത്. ആ സമയത്ത് ഈ റിപ്പോർട്ട് കൃത്യമായി കിട്ടിയിട്ടില്ല, രേഖകൾ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും രാജ്ഭവന്റെ ഭാഗത്ത് ഗവർണർ ഭാഗത്ത് വ്യക്തമാക്കിയത്. പക്ഷേ ഈ രേഖകൾ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ധൂലിയ നൽകിയത് വെറും കടലാസ് കഷ്ണങ്ങളല്ല. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കുകയല്ലേ വേണ്ടിയിരുന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഇനി അത് വൈകാൻ അനുവദിക്കില്ല, വൈകുന്നത് ശരിയല്ലായിരുന്നു നിലപാട് സുപ്രീം കോടതി വ്യക്തമാക്കുന്നു. ഇത് വൈകിയതിലുള്ള അതൃപ്തിയും കോടതി വ്യക്തമാക്കിയാണുണ്ടായത്. നമുക്കറിയാം 2 തരത്തിലാണ് ഈ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടന്നത്. ആദ്യഘട്ടത്തിൽ വലിയ തരത്തിലുള്ള പോരാട്ടം അല്ലെങ്കിൽ സർക്കാർ ഗവർണർ പോരിലേക്ക് കാര്യങ്ങൾ എത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിലേക്ക് പോകുന്നു. പിന്നീട് അവിടെ നിന്നാണ് സുപ്രീം കോടതിയിലേക്ക് എത്തിയത്. അങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനപ്രകാരമാണ് കോടതിയുടെ നിർദ്ദേശം. കോടതി നിർദ്ദേശിച്ച ഒരാളെ ചെയർപേഴ്സണായി 2 കൂട്ടർക്കും തുല്യമായി പരിഗണിക്കാം അല്ലെങ്കിൽ എത്താവുന്ന ഒരാളെ നിയമിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചു. അങ്ങനെയാണ് ജസ്റ്റിസ് സുധാംശു ധൂലിയെ ഇത്തരമൊരു ചുമതലയിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്തത്. പക്ഷേ എന്നിട്ടും കാര്യങ്ങൾ നല്ലതുപോലെ നടക്കുന്നില്ല എന്നുള്ളതാണ് കോടതി വിലയിരുത്തിയത്. ഏതായാലും വളരെ വൈകാതെ തന്നെ തീരുമാനമെടുക്കണമെന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളതുമായ. ശരി, ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിലെ VC നിയമനത്തിൽ എത്രയും വേഗം തീരുമാനമെടുക്കണമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. KK പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. ഒതായി മനാഫ് കൊലക്കേസിൽ 1-ാം പ്രതി മാലങ്ങാടൻ ഷഫീഖ് കുറ്റക്കാരനെന്ന മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. കൊലക്കുറ്റം തെളിഞ്ഞു എന്ന് കോടതി വ്യക്തമാക്കി. ബാക്കി 3 പേരെ വെറുതെ വിട്ടു. PV അൻവറിന്റെ സഹോദരിയുടെ മകനാണ് ഷഫീഖ്. കേസിൽ നേരത്തെ 21 പ്രതികളെ കുറ്റവിമുക്തരാക്കിയിരുന്നു.
കശുവണ്ടി വികസന കേസിൽ സർക്കാരിന് തിരിച്ചടി. കോടതിയലക്ഷ്യം പരിശോധിച്ച് മറുപടി പറയാമെന്ന അതൃപ്തിയോടെ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. സംസ്ഥാന സർക്കാർ അഴിമതിക്ക് കുടപിടിക്കുകയാണോ എന്നും കോടതി ചോദിച്ചു. അഡ്വക്കേറ്റ് രാജേഷ് ഉണ്ട് വിവരങ്ങളുമായി. അഡ്വക്കേറ്റ് രാജേഷ്, സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് ഈ കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി പറഞ്ഞത്? സംസ്ഥാന സർക്കാരിന് ഈ കേസ് തിരിച്ചടി ആയിക്കൊണ്ടിരിക്കുകയും ഇനിയും തിരിച്ചടി വരാൻ ഹൈക്കോടതിയിൽ നിന്ന് വരാൻ സാധ്യതയുമുള്ള ഒരു അവസ്ഥയിലേക്കാണ് പോയിട്ടുള്ളത്. പ്രോസിക്യൂഷൻ സാങ്ഷൻ, അതായത് ഒരു അഴിമതി കാണിച്ചു എന്ന് ആരോപിച്ച് ഹൈക്കോടതി തന്നെ നിർദ്ദേശിച്ചിട്ട് CBI അന്വേഷണം നടത്തിയ ഒരു കേസിൽ സർക്കാർ 3 പ്രാവശ്യം ഈ പ്രോസിക്യൂഷൻ അനുമതി നിരസിച്ചിരിക്കുകയാണ്. ഇതിൽ കോടതി ലക്ഷ്യം ഉണ്ടോ എന്നാണ് കോടതി പരിശോധിക്കുന്നത്. കോടതി ലക്ഷ്യം ഉണ്ടോ എന്ന് പരിശോധിച്ച ശേഷം ബാക്കി കാര്യം അടുത്ത മാസം 8-ാം തീയതി തീരുമാനിക്കാം എന്നാണ് ഇന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ എതിർ രാഷ്ട്രീയ ചേരിയിലുള്ള ഒരു വ്യക്തിയെ സംരക്ഷിക്കാൻ പോലും ഇത്രയും വ്യഗ്രത കാണിക്കുന്നത് എന്തുകൊണ്ടെന്നാണ് ഹൈക്കോടതിയുടെ സംശയം. ഈ കാര്യം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം CBI അന്വേഷണം ഏറ്റെടുത്തിട്ട് അന്വേഷണ ഏജൻസിക്ക് ഒരു അന്തിമ കുറ്റപത്രം ഫയൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിക്കുകയും ആ CBI തന്നെ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയുമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇത് സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടി തന്നെയാണ്. അഴിമതി കാണിക്കുന്നവരെ സംരക്ഷിക്കുന്നുണ്ടോ, അതാണോ സംസ്ഥാന സർക്കാർ ചെയ്യുന്നതെന്ന് തന്നെയാണ് ഹൈക്കോടതി ചോദിച്ചിട്ടുള്ളത്. ശരി, അഡ്വക്കേറ്റ് രാജേഷാണ് വിവരങ്ങൾ നൽകിയത്. 3ാം ലോക രാഷ്ട്രങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം സ്ഥിരമായി നിർത്തിവെക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കുടിയേറ്റം അമേരിക്കയുടെ പുരോഗതിക്ക് തുരങ്കം വെച്ചതായും അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിൽ കുറ്റപ്പെടുത്തി. പൗരന്മാരല്ലാത്തവർക്കുള്ള എല്ലാ ഫെഡറൽ ആനുകൂല്യങ്ങളും സബ്സിഡികളും നിർത്തലാക്കുമെന്ന് ട്രംപ് പറഞ്ഞു. ആഭ്യന്തര സമാധാനം തകർക്കുന്ന കുടിയേറ്റക്കാരുടെ പൗരത്വം റദ്ദാക്കുമെന്നും നാടുകടത്തുമെന്നും ട്രംപ് പറഞ്ഞു. വൈറ്റ് ഹൌസിന് മുന്നിലെ വെടിവെപ്പിന് പിന്നാലെയാണ് ട്രംപിന്റെ കുറിപ്പ്. അഫ്ഗാൻ ഉൾപ്പെടെ 19 രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ ഗ്രീൻ കാർഡുകൾ പുനഃപരിശോധിക്കുമെന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വെടിവെപ്പിൽ ഗുരുതരമായി പരിക്കേറ്റ നാഷണൽ ഗാർഡ് ഉദ്യോഗസ്ഥ മരിച്ചു. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. സ്വാമിയേ ശബരിമലയിൽ ചൊവ്വാഴ്ച മുതൽ അന്നദാന സദ്യ വിളമ്പുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. നടപ്പിലാക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ചർച്ച ചെയ്ത് പരിഹരിക്കും. സദ്യക്കായി സ്റ്റീൽ പ്ലേറ്റാണ് ഉപയോഗിക്കുന്നത്. സ്പോട്ട് ബുക്കിംഗ് കാര്യത്തിൽ കോടതി നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കും. എന്തെങ്കിലും കുറവുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ക്രമീകരണങ്ങളൊക്കെ ആയിട്ടുണ്ട്. കാരണം പാത്രം വാങ്ങണം, ഇലയിൽ സദ്യ വിളമ്പാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇല കിട്ടുന്നത് മാത്രമല്ല, ഇല ഡിസ്പോസലാണ് പ്രശ്നം. ആനയെ ആകർഷിക്കുന്നവരെ പറയുന്നത് ഇത്ര ഇല ഇവിടെ വന്ന് നമ്മളിതെല്ലാം കൂടെ എടുത്ത് ഇൻസിനറേറ്ററിൽ കൊണ്ടിട്ടാൽ ഇൻസിനറേറ്റർ കേടാവും. അതുകൊണ്ട് നമ്മൾ സ്റ്റീൽ പാത്രം പ്രത്യേകം വരുത്തുകയാണ്. നീണ്ട ഒരുപാട് കുഴികളുള്ള സ്റ്റീൽ പാത്രം വരുത്തുകയാണ് നമുക്ക് ഈ ആവശ്യത്തിനുള്ള കറികൾ. അത് ഇന്ന് രാത്രി വരുമെന്നാണ് അറിയുന്നത്. ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ തിരക്ക് നിയന്ത്രണ വിധേയമായി തുടരുന്നു. ഉച്ചവരെ 50,000-ഓളം ഭക്തരാണ് ശബരിമലയിൽ ദർശനം നടത്തിയത്. 12 വിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ചാണ് ഭക്തരുടെ തിരക്ക് സന്നിധാനത്ത് വർദ്ധിക്കുന്നതെന്നാണ് കണക്കാക്കുന്നത്. 4 മണിക്കൂർ വരെ ക്യൂ നിന്നാണ് ഭക്തർ സന്നിധാനത്തെത്തുന്നത്. രജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രജിത്ത്, നമ്മൾ രാവിലെ മുതൽ കണ്ടതാണ് വലിയ നീണ്ട നിര ഭക്തരുടെ. ഇപ്പോഴും അതുതന്നെയാണോ അവസ്ഥ? എന്താണ് ശബരിമലയിൽ നിന്നുള്ള വിശേഷങ്ങൾ? ശബരിമലയിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരുടെ തിരക്ക് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ തന്നെയും കൃത്യമായി ദർശനം ലഭിക്കുന്നുവെന്നാണ് അയ്യപ്പ ഭക്തർ തന്നെ വ്യക്തമാക്കുന്നത്. പലരും രാവിലെ പുലർച്ചയോടുകൂടി ശബരിമല പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കയറിയവരാണ്. എപ്പോഴാണ്? 3:30 കയറിയത്. വലിയ തിരക്കൊന്നുമില്ല. നല്ല തിരക്കുണ്ട്. എനിക്ക് നല്ല തിരക്കുണ്ട്. തൊഴാൻ കാരണേ ഉള്ളൂ. അവിടുന്ന് ഇങ്ങോട്ട് വന്ന സമയത്ത് പമ്പയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് തിരക്കുണ്ടായിരുന്നോ? സുഖമായിട്ട് കയറി, ക്യൂ ഒന്നും ഇല്ലായിരുന്നു. തന്നെയാണ് പല സ്ഥലങ്ങളിലും അയ്യപ്പ ഭക്തരുടെയും നിയന്ത്രണങ്ങൾ ഉണ്ട് എങ്കിൽ തന്നെയും സുഖകരമായ ദർശനമാണ് അയ്യപ്പ ഭക്തർക്ക് സാധ്യമാകുന്നതെന്ന് അവർ പറയുന്നു. പമ്പയിൽ നിന്നും വിവിധ സ്ഥലങ്ങളിൽ അയ്യപ്പ ഭക്തർക്ക് ചെറിയ തോതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ തന്നെയും അത് സന്നിധാനത്തേക്ക് വളരെ വേഗത്തിൽ അവർക്ക് എത്താനുള്ള സാഹചര്യം ഒരുക്കുന്നു എന്നാണ് അയ്യപ്പ ഭക്തർ വ്യക്തമാക്കുന്നത്. നിലവിൽ ഏകദേശം 40,000-അടുത്ത അയ്യപ്പ ഭക്തർ ഇപ്പോഴുള്ള കണക്കുകൾ പ്രകാരം ശബരിമലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഒരു പക്ഷേ
കൂടുതൽ അയ്യപ്പ ഭക്തർ എത്തുന്നതും ബുക്കിംഗ് കൃത്യമല്ലാത്ത ഡേറ്റുകളിൽ അയ്യപ്പ ഭക്തർ എത്തുന്നത് ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയ്യപ്പ ഭക്തർ കൃത്യമായ ദിവസങ്ങളിൽ കൃത്യമായ സമയങ്ങളിൽ മാത്രം ദർശനത്തിനെത്തണം എന്ന ആവശ്യം ദേവസ്വം ബോർഡ് പലപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ ഇന്നലത്തെ കണക്കുകൾ മാത്രം പരിശോധിക്കുകയാണെങ്കിൽ 30,000-ത്തിലധികം അയ്യപ്പ ഭക്തർ കൃത്യ ഡേറ്റിലും സമയത്തുമല്ലാതെ ശബരിമലയിൽ ദർശനത്തിനായി എത്തി എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്നലത്തെ കണക്കുകൾ പ്രകാരം 97,350 അയ്യപ്പ ഭക്തരാണ് സന്നിധാനത്ത് ദർശനം നടത്തിയത്. എല്ലാ ദിവസവും 1,00,000-ത്തിനടുത്ത് അയ്യപ്പ ഭക്തർ ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. എന്തിനായാലും പോലീസിൻ്റെയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെയും സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി കൃത്യമായി എല്ലാവർക്കും ദർശനം നടത്താൻ സാധിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും കൃത്യമായ ഡേറ്റും സമയവും അയ്യപ്പ ഭക്തർ പാലിക്കാത്തത് ശബരിമലയിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തിയിരുന്നു. എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ കൃത്യമായ ഡേറ്റിലും അയ്യപ്പ ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടാൻ ദേവസ്വം ബോർഡ് തയ്യാറാകണമെന്നാണ് കോടതി വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ലാത്ത പക്ഷം കൃത്യമായ ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന കാര്യവും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തുതന്നെയായാലും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. വരും ദിവസങ്ങളിലും അയ്യപ്പ ഭക്തരുടെ തിരക്ക് ഇതേ രീതിയിൽ തന്നെ തുടരാനാണ് സാധ്യത. കഴിഞ്ഞ 11 ദിവസമായി ഉള്ള കണക്കുകൾ മാത്രം നോക്കുകയാണെങ്കിൽ ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ തിരക്ക് തുടരുകയാണ്. പക്ഷേ ആ തിരക്കൊന്നും സുഗമമായ ദർശനത്തിന് തടസ്സമാകുന്നില്ല. രജിത്താണ് വിവരങ്ങൾ നൽകിയത്. യൂറോപ്യൻ പര്യടനത്തിന് ശേഷം സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി അമൃതപുരിയിലെത്തി. നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയ അമ്മയെ സ്വീകരിക്കാൻ സന്യാസി ശ്രേഷ്ഠർ ഉൾപ്പെടെ നിരവധി ഭക്തർ ഒത്തുകൂടി. ഒക്ടോബർ 17-നാണ് അമ്മ 8 രാജ്യങ്ങളിലെ പര്യടനത്തിനായി പുറപ്പെട്ടത്. 2019 ശേഷമുള്ള അമ്മയുടെ ആദ്യ യൂറോപ്യൻ പര്യടനമായിരുന്നു ഇത്. യൂറോപ്പിലുടനീളം 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്ത 40 ദിവസം നീണ്ടുനിന്ന യാത്രയാണ് അമ്മ നടത്തിയത്. സ്വിറ്റ്സർലാൻഡിലെ വിൻഡർദൂർ, സ്പെയിനിലെ ഗ്രാനോലേഴ്സ്, ഫിൻലാൻഡിലെ എസ്പു, ഫ്രാൻസിലെ എക്സോൺ പ്രൊവൻസ്, ഷാർട്ട്, ജർമ്മനിയിലെ മ്യൂണിക്, ബ്രോംബാക്താൽ, ഇറ്റലിയിലെ പിയാചെൻസ, UK-യിലെ ലണ്ടൻ, നെതർലാൻഡ്സിലെ റൈസ്വിക് ഹേഗ് തുടങ്ങി 10 പ്രധാന നഗരങ്ങളിലായാണ് പരിപാടികൾ നടന്നത്. ഓരോ വേദിയിലും അമ്മയുടെ ദർശനം, ഭജന, ധ്യാനം, സത്സംഗം എന്നിവയ്ക്കായി വൻ ജനാവലിയാണ് എത്തിയത്. രാവിലെ മുതൽ രാത്രി വൈകുവോളം നീണ്ട പരിപാടികളിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നുമുള്ള എല്ലാ പ്രായത്തിലുമുള്ളവർ പങ്കെടുത്തു. അമ്മയുടെ സാന്ത്വനവും ഉപദേശങ്ങളും ദർശനവും തങ്ങൾക്ക് ആശ്വാസവും കരുത്തും പുതിയ പ്രതീക്ഷയും നൽകിയതായി അവർ പങ്കുവച്ചു. മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃതസ്വരൂപാനന്ദപുരി ഉൾപ്പെടെയുള്ള സന്യാസി ശ്രേഷ്ഠന്മാരും ആശ്രമം അന്തേവാസികളും അമ്മയെ അനുഗമിച്ചിരുന്നു. യൂറോപ്പ് പര്യടനം കഴിഞ്ഞ് അമൃതപുരിയിൽ തിരിച്ചെത്തിയ അമ്മയ്ക്ക് ഭക്തിസാന്ദ്രമായ വരവേൽപ്പാണ് ലഭിച്ചത്. ആശ്രമ അന്തേവാസികളും വിദ്യാർത്ഥികളും ഭക്തരും മന്ത്രോച്ചാരണങ്ങളോടെയും ഭജനയോടെയും അമ്മയെ സ്വീകരിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV. കലാനിധി സെന്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് ഹെറിറ്റേജ് ട്രസ്റ്റിന്റെ ഡോക്ടർ കുഞ്ഞബ്ദുള്ള സ്മൃതി ദൃശ്യമാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം അമൃത ന്യൂസ് കോഴിക്കോട് ക്യാമറാമാൻ അമർജിത്ത് കൽപ്പറ്റയ്ക്ക്. നവംബർ 30-ന് കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച്
പുരസ്കാരം സമ്മാനിക്കും. പുരസ്കാര സമർപ്പണം സിനിമാ സീരിയൽ നടൻ MR ഗോപകുമാർ നിർവഹിക്കും. കവി PK ഗോപി ചെയർമാനും തിരക്കഥാകൃത്തും നോവലിസ്റ്റുമായ PR നാഥൻ വൈസ് ചെയർമാനുമായ അവാർഡ് കമ്മിറ്റിയാണ് ജേതാക്കളെ തിരഞ്ഞെടുത്തത്. യമണ്ടൻ വാഗ്ദാനങ്ങളില്ല. തനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യും. കോഴിക്കോട് എരഞ്ഞിപ്പാലം വാർഡിലെ BJP സ്ഥാനാർത്ഥി ഡോക്ടർ ആനി സ്റ്റെഫിയുടെ വാക്കുകളാണിത്. കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് നേടിയ ആനി ജോലിയിൽ അവധിയെടുത്താണ് മത്സരരംഗത്തേക്ക് ഇറങ്ങിയത്. LDFന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയും എന്ന വിശ്വാസം ആനിക്കുണ്ട്. ജോലിയിൽ നിന്ന് അവധിയെടുത്ത് തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയ ഒരു മൾട്ടിനാഷണൽ കമ്പനി ഉദ്യോഗസ്ഥയാണ് ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത്. കോഴിക്കോട് എരഞ്ഞിപ്പാലം വാർഡിലെ NDA സ്ഥാനാർത്ഥി ആനി സ്റ്റെഫി. എങ്ങനെ ആളുകളുടെ പ്രതികരണം? എല്ലാവരും ഒരു മാറ്റം വേണമെന്നുള്ള ചിന്തയിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ നമുക്കൊരു പോസിറ്റീവ് സൈനാണ്. ഒരുപാട് വർഷമായിട്ട് ഇത് CPMന്റെ വാർഡാണ് തോന്നുന്നല്ലേ? LDFന്റെ കോട്ടയാണിത്. അപ്പോൾ അത് പിടിച്ചെടുക്കാൻ വലിയൊരു ഉത്തരവാദിത്തമാണ് ആനി സ്റ്റെഫി ഏൽപ്പിച്ചിട്ടുള്ളത്. അതെ അതെ അതെ, അത് വളരെ ഭാരിച്ചൊരു ഉത്തരവാദിത്തമാണ്. കാരണം വർഷങ്ങളായിട്ട് ഒരു സെറ്റ് ചിന്താഗതിയിൽ പോണ കുറച്ച് ആൾക്കാരും ഉണ്ട് ഇവിടെ. പിന്നെയും പറഞ്ഞ മാതിരി എല്ലാവരും ഈ പറഞ്ഞ മാതിരി വർഷങ്ങളായിട്ട് അവർക്ക് വേണ്ട സാധനങ്ങൾ അവർക്ക് കിട്ടാത്തത് കാരണം പിന്നെ ഈ പറഞ്ഞ മാതിരി കുറേ സാധനങ്ങൾ കൊണ്ടൊക്കെ അവർ മടുത്തിരിക്കണം. അപ്പോൾ ഒന്ന് മാറി ചിന്തിച്ച് തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നണത്. അപ്പോൾ അത് നമുക്കൊരു അനുകൂലമായിട്ട് വരുന്നുള്ളതും പിന്നെ ഞാൻ ഈ നാട്ടുകാരിയാണ് എന്നുള്ളതും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കണം. എന്തൊക്കെയാണ് ഈ വാർഡിൽ ഇപ്പം BJP മുന്നോട്ട് വെക്കുന്ന വികസന പദ്ധതികൾ, ആശയങ്ങൾ? ഗവേണൻസ് അറ്റ് യുവർ ഡോർ സ്റ്റെപ്സ്. അപ്പോൾ അത് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. നമ്മുടെ വീട്ടുപടിക്കൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എത്തിച്ചേരാൻ പറ്റുക. ഓരോ വീട്ടിലെയും വോട്ടർക്ക് അത്യാവശ്യത്തിന് എന്താണോ അവരുടെ, അതായത് ഇൻഡിവിജ്വലി അവർക്ക് എന്താണോ ഒരു ബുദ്ധിമുട്ടുള്ളത് അതിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പിന്നെ ഭയങ്കരമായ പ്രകടന പത്രികകളോ അങ്ങനെയുള്ള യമണ്ടൻ വാഗ്ദാനങ്ങളൊന്നും നമുക്ക് കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല. കാരണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വളരെ ഈ ലോക്കലൈസ്ഡ് ലെവലിൽ, അതായത് നമ്മുടെ തൊട്ടടുത്തുള്ളവർക്ക് ചെയ്ത് കൊടുക്കുമ്പോഴാണല്ലോ അതിനൊരു കാര്യമുള്ളത്. കൂടാതെ മോദിജിയുടെ അമൃത് നഗരം പദ്ധതിയിൽ ഇൻക്ലൂഡഡ് ആയിട്ട് നമ്മുടെ വാർഡ് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ നമ്മുടെ സ്വച്ഛ് ഭാരത് വഴി ഒരു പബ്ലിക് ടോയ്ലറ്റ്, പിന്നെ നമ്മുടെ ഹെൽത്ത് ആൻഡ് വെൽനെസ് ആ പ്രോജക്റ്റിലൂടെ ഒരു വെൽനെസ് സെൻറ്റർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ ഈ വാർഡിലേക്ക് കൊണ്ടുവരണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. LDFന്റെ കോട്ട എന്തായാലും ഇത്തവണ BJP കൈക്കലാക്കുമെന്നാണ് ആനി സ്റ്റെഫി പറയുന്നത്. വലിയ വിശ്വാസത്തിലാണ് ഇവിടെ ആനി സ്റ്റെഫി. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. ഇതോടെ ഉച്ചവാർത്ത പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് YouTube ചാനൽ സന്ദർശിക്കുക.